ലോയിഡ് എ സിയിൽ E6 എറർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. E6 എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എററാണ്. അത് ചെക്ക് ചെയ്യുന്നത് ആദ്യം ഇൻഡോറും ഔട്ട്ഡോറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അത് വോൾട്ടേജ് ലൈൻ വോൾട്ടേജ് നോക്കുക. ആദ്യം ഔട്ട്ഡോറിലേക്ക് ലൈൻ വോൾട്ടേജ് കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഫേസ് ന്യൂട്രലും എത്ര വോൾട്ട് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തത് നോക്കേണ്ടത് ന്യൂട്രലും സിഗ്നലും തങ്ങളിൽ എത്ര ഡി സി വോൾട്ടേജ് ഇട്ടിട്ട് എത്ര DC വോൾട്ട് കാണിക്കുന്നു നോക്കുക. അത് വേരി ചെയ്താണ് കാണിക്കേണ്ടത്. കറക്റ്റ് വർക്കിംഗ് ആണെങ്കിൽ വേരി ചെയ്ത് കാണിക്കണം. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് നിൽക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നലിൻ്റെ വയറ് ഊരുക. വയർ ഊരിയതിന് ശേഷം ആ ന്യൂട്രലും സിഗ്നലിൻ്റെ വയറും തങ്ങളിൽ എത്ര വോൾട്ടേജ് DC വോൾട്ടേജ് കാണിക്കുന്നുണ്ടോ നോക്കുക. അതും DC വോൾട്ടേജ് എത്ര ചെക്ക് ചെയ്യുന്നത് നോക്കിയതിന് ശേഷം അത് DC വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇൻഡക്ഷൻ വോൾട്ടേജ് അതിനകത്ത് കാണിക്കാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് 220 വോൾട്ടേജ് പോകുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു ഇൻഡക്ഷൻ വോൾട്ടേജ് സിഗ്നൽ വോൾട്ടേജ് ഇത് കാണിക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ന്യൂട്രലും സിഗ്നൽ വയർ കൊടുത്തിരുന്ന പോർട്ടും തങ്ങളിൽ എത്രയാണ്, അതായത് ഇൻഡോറിൽ നിന്ന് ഔട്ട്ഡോറിലേക്ക് കമ്മ്യൂണിക്കേഷൻ വോൾട്ടേജ് കൊടുക്കുന്നുണ്ടോ ആണ് ചെക്ക് ചെയ്യുന്നത്. അന്നേരം ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു വോൾട്ടേജ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇൻഡോർ PCBയിൽ സിഗ്നൽ വോൾട്ടേജ് ഔട്ട്ഡോറിലേക്ക് കൊടുക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഔട്ട്ഡോറിൽ ചെല്ലുക. ഔട്ട്ഡോർ കൊണ്ടിട്ട് ചെന്നതിന് ശേഷം ആ 230 അതായത് ലൈൻ വോൾട്ടേജ് അവിടെ വരുന്നുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. ഇൻഡോറിൽ നിന്ന് കൊടുക്കുന്ന ലൈൻ വോൾട്ടേജ് അവിടെ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വരുന്നുണ്ട്. അന്നേരം വയറിങ്ങിൽ പ്രശ്നമില്ലെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷം ന്യൂട്രലും സിഗ്നലും തമ്മിലുള്ള എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് നോക്കുക. അവിടെയും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ കോൺസ്റ്റൻ്റ് ഒരു വേരി ചെയ്തല്ല കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ സിഗ്നലിൻ്റെ വയർ അവിടെ ചെയ്ത കണക്ക് തന്നെ ഊരിയിട്ട് അതിനകത്ത് വോൾട്ടേജ് എത്ര നോക്കുക. വയറും ന്യൂട്രലും തങ്ങളിൽ എത്ര DC വോൾട്ട് കാണിക്കുന്നുണ്ടോ നോക്കുക. അത് കാണിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 25-ന് മുകളിലാണ് യഥാർത്ഥത്തിൽ കാണിക്കേണ്ടത്. ഇൻഡോറിൽ നിന്ന് സിഗ്നൽ വരുന്നുണ്ടെങ്കിൽ. അത് ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് വയറും ന്യൂട്രലും തങ്ങളിൽ വെച്ച് DC വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏതാണ്ട് ഇവിടെ എത്ര കാണിക്കുന്നതെന്ന് നോക്കാം. ഏതാണ്ട് 54 വോൾട്ട് കാണിക്കുന്നു. 54 എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 വോൾട്ടാണ്, 24-25 വോൾട്ടാണ് യഥാർത്ഥത്തിൽ വരുന്നത്. പിന്നെ ഇൻഡക്ഷനും കൂടെ ചേർത്താണ് ഇൻഡക്ഷൻ വോൾട്ടേജും കൂടെ ചേർത്താണ് അത്രയും കാണിക്കുന്നത്. അന്നേരം അത് ഇൻഡോറിൽ നിന്ന് ഔട്ട്ഡോറിലേക്ക് വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ആ പോർട്ടിൽ നമ്മൾ ചെക്ക് ചെയ്യുക. ന്യൂട്രലും ഔട്ട്ഡോറിൻ്റെ സിഗ്നൽ കൊടുക്കുന്ന പോർട്ടിൽ അവിടെ നോക്കുമ്പോഴത്തേക്ക് 1.467 എന്ന് പറഞ്ഞ വോൾട്ടേജാണ് കാണിക്കുന്നത്. അന്നേരം ഔട്ട്ഡോറിൽ നിന്ന് സിഗ്നൽ ഇൻഡോറിലേക്ക് പോകുന്നില്ല. ഇവിടെ അതാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ ഔട്ട്ഡോർ PCB കംപ്ലയിൻ്റ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇതേ കണക്ക് രണ്ട് സൈഡും ചെക്ക് ചെയ്താൽ നമുക്ക് ഏത് PCB ആണെന്ന് കൺഫേം ചെയ്യാവുന്നതാണ്.